തൃശ്ശൂർ പൂങ്കുന്നം ജംഗ്ഷനിലുള്ള കൃതിക വെജ് റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. കൃതികയിൽ വന്നിട്ട് ആദ്യമായിട്ട് ഫുഡ് കഴിച്ചത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ളവരും അല്ലാത്തവരായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ വന്ന് ഫുഡ് കഴിച്ചു എന്നാണ് ഇവർ പറയണേ. അതിൻ്റെ ഒരു സന്തോഷ സൂചകമായിട്ട് ഇവിടുത്തെ ചേച്ചി ചേട്ടനും കുറേ നാളായി എന്നെ ഇൻവൈറ്റ് ചെയ്യണം. സെപ്റ്റംബർ മുതൽ ഇവരെന്നെ വിളിച്ചു തുടങ്ങിയതാണ്. ഇപ്പോഴേ ഡിസംബറായി. അങ്ങനെ ഇന്നത്തെ ഉച്ചയ്ക്കലത്തെ ലഞ്ച് ഇവിടെ നിന്നാവട്ടെ എന്ന് ഞാനും ദീപും അമ്മയും കൂടി അങ്ങോട്ട് തീരുമാനിച്ചു. ഇന്നൊരു ഞായറാഴ്ചയാണ്. സാധാരണ ഞായറാഴ്ച ദിവസം ഇവിടെ ടേക്ക് അവേ ആണ് കൂടുതലും. അതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഫുട്ബോൾ കളിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. കൃതികയിൽ ആദ്യം വന്നപ്പോഴേ നോട്ട് ചെയ്തൊരു സംഗതിയാണ് ഇവിടുത്തെ ഒരു ഡിവൈൻ വൈബ്. ഇതിവിടെ ഗ്രൂപ്പായിട്ട് വരുന്നവർക്കും പിന്നെ അതുപോലെ ചെറിയ പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയൊരു ഹോളാണ്. മാത്രമല്ല ഇവിടെ AC യിലുണ്ട്, നല്ല തണുപ്പുമുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ദോശയും നൂഡിൽസും പിന്നെ 1-2 കോംബോ റൈസൊക്കെയാണ് ട്രൈ ചെയ്തത്. ഇപ്രാവശ്യം മീൽസും താലിയും പിന്നെ അന്ന് ട്രൈ ചെയ്യാത്ത കുറച്ച് ഐറ്റംസും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നിനക്കൊരു നോർത്ത് ഇന്ത്യൻ താലി പറയണോ അല്ലെങ്കിൽ എന്താ വേണ്ടത് നിനക്ക്? 2 ദിവസമായിട്ട് അമ്മയ്ക്ക് നല്ല ചുമയാണ്. അതുകൊണ്ട് എപ്പോഴും മരുന്നൊക്കെ ആയിട്ട് നടപ്പ്. എന്താ പെട്ടെന്ന് നിങ്ങൾക്ക് ചുമ വരാൻ കാരണം? ഞാൻ പറയട്ടെ, 2-3 ദിവസം മുമ്പില്ലേ അവിടെ പുല്ല് വെട്ടിയിരുന്നില്ലേ, അപ്പോ നല്ല പൊടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ കൃതികയിൽ വന്നപ്പോഴേ ചേച്ചി ഉണ്ടാക്കിയ ചമ്മന്തിപ്പൊടിയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ചേച്ചി ചമ്മന്തിപ്പൊടി, ചട്നിപ്പൊടി പിന്നെ ചേച്ചി തന്നെ ഉണ്ടാക്കുന്ന കുറേ ഐറ്റംസ് നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നു. അതിൽ കേസരിയും ഗുലാബ് ജാമുനും എല്ലാം ഉണ്ട് കേട്ടാ. ദീപുവിന് ഹാപ്പി ദീപു. ആദ്യം വന്നത് സ്റ്റാർട്ടറാണ്, സൂപ്പ് ആൻഡ് പാപ്പഡ്. പപ്പടം ചോറിലും പുട്ടിലൊക്കെ പൊടിച്ച് കഴിക്കാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് സ്റ്റാർട്ടറായിട്ട് ട്രൈ ചെയ്യാൻ പോണേ. സൂപ്പിൻ്റെ മേലായിട്ട് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ദീപുവിന് കൊതി മൂത്തൂട്ടാ. അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കും. ഒരു ചെറിയ പീസ് പൊട്ടിക്കും, ചെറിയ പീസ്. പപ്പടം, ചിപ്സ് പോലുള്ള ഐറ്റംസും പിന്നെ കുറച്ച് പുളിയുള്ള ഐറ്റംസുമാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഈ സൂപ്പ് ആൻഡ് പാപ്പഡ് എന്നുള്ള കോമ്പിനേഷൻ അമ്മയ്ക്ക് ഏറെ ഇഷ്ടമായി. സൂപ്പ് കുടിച്ചു തുടങ്ങിയ അമ്മയ്ക്ക് പിന്നെ അത് നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. അത്രയും ടേസ്റ്റ് ഉണ്ടേ. ഇനി എൻ്റെ ഊഴാണ്. വാവ്, അടിപൊളി അല്ലേ? അടിപൊളി. ബാക്കി ദീപുന് വരാം. ഷെയർ ചെയ്ത് തല്ലൂടാണ്ട് രണ്ടാളും കഴിക്കാം. ഓക്കെ, സൂപ്പ് കൂടിയുടെ ഇടയിൽ പപ്പടം ടേസ്റ്റ് ചെയ്യാൻ മറന്നുട്ടാ. എരിവുണ്ട്, അടിപൊളിയുണ്ട്. എരിവ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ അങ്ങനെ എടുത്ത് അലക്കി. കൊള്ളാം. അമ്മയ്ക്കിത് വളരെ ഇഷ്ടമായിട്ടുണ്ട്. അമ്മയ്ക്കിത് നല്ല ഇഷ്ടമായിട്ടുണ്ടെന്നുള്ള എൻ്റെ നിഗമനം പരിഗണിച്ച് പപ്പടം അമ്മയ്ക്ക് തന്നെ കൊടുത്തു. സൂപ്പ് കുടിച്ചിട്ട് പകുതി അമ്മയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ ദീപു ഇവിടെ പകുതി മുക്കാലും കണ്ടിട്ട് നിർത്താൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. മോളെ ഇതിനൊരു അവസാനമില്ലേ? അല്ല, നീ തീർത്ത അമ്മയ്ക്ക് കൊടുത്ത പകുതി? പകുതി എന്നില്ലത്, അതൊരു തുള്ളിയുള്ള ഇനി ബാക്കി ഇത് ഇവൾക്ക്. അമ്മ പകുതിന്നില്ല, ഇതാണ് പകുതി. സൂപ്പ് അങ്ങോട്ട് കഴിഞ്ഞതും പനീർ പൊറോട്ട എത്തി. ആദ്യമായിട്ടാണ് പനീർ പൊറോട്ട കഴിക്കണേ. കൂടെ സൈഡായിട്ട് സർലാസും അച്ചാറും ഒക്കെ ഉണ്ട്. പനീർ പൊറോട്ട ആദ്യം ഞാൻ തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഞാൻ കഴിക്കാം. ഓക്കെ, നല്ല സോഫ്റ്റായിട്ടുള്ള പനീർ പൊറോട്ട ആയിരുന്നു.
അത്യാവശ്യം കുറച്ച് കട്ടിയൊക്കെ ഉണ്ടെങ്കിലും വായിൽ വയ്ക്കുമ്പോൾ അലിഞ്ഞു പോണ പോലെ തോന്നും. ഒന്നും പറയാനില്ല, അടിപൊളി. കൂടെ തന്നിട്ടുള്ള ഈ പിക്കിളും സർലാസും ആവശ്യം തന്നെ ഇല്ല. എന്നാലും ഞാനൊന്ന് മുക്കി കഴിച്ചു നോക്കി. അച്ചാറിൻ്റെ ആവശ്യമില്ല, മട്ടാതിരിക്കാൻ ഉപയോഗിക്കാം. പനീർ പൊറോട്ട മാത്രമായിട്ട് തിന്നാണ് അടിപൊളി. സൂപ്പ് ദീപ് മുഴുവൻ അടിച്ചു തീർത്തോണ്ടേ അമ്മയ്ക്ക് പനീർ പൊറോട്ട ആദ്യം കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ദീപക്കാക്ക് പറഞ്ഞ റാഞ്ചി കൊണ്ടുപോയിട്ടാ. ക്ഷമയില്ലേ നിനക്കല്ലേ? പ്ലേറ്റ് ആവശ്യമില്ല. ഫ്ലൈറ്റ് ആവശ്യമില്ലേ? അച്ചാറിൻ്റെ ആവശ്യമില്ല അല്ലേ? അച്ചാർ നല്ലതാണെങ്കിൽ എൻ്റെ ആവശ്യമില്ല. ഇനിയും 2 പീസും കൂടി പനീർ പൊറോട്ട ബാക്കിയുണ്ട്. അമ്മ പറഞ്ഞു അമ്മയ്ക്ക് വേണ്ടാന്ന്. എന്നാ പിന്നെ ഞാനും ദീപും ഓരോ പീസ് ചുരുട്ടി അങ്ങോട്ട് കഴിക്കാന്ന് വിചാരിച്ചു. ആദ്യത്തെ 2 ഐറ്റംസും അടിപൊളി. അടുത്തതായിട്ട് വന്നത് നോർത്ത് ഇന്ത്യൻ താലിയും ഗോബി 65ഉം പിന്നെ ഇതുവരെ നമ്മൾ കഴിക്കാത്തൊരു ഐറ്റമാണ് ജീര റൈസ്. ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ താലില് പനീറുണ്ട്, രാജ്മയുണ്ട്, ദാലുണ്ട്, പിന്നെ കുറച്ച് റൈസ് ഉണ്ട്, ആലു ജീര ഡ്രൈ ഉണ്ട്, മാംഗോ ലസ്സി വരുന്നുണ്ട്, ഗുലാബ് ജാമുൻ വരുന്നുണ്ട്. അടിപൊളിയാണ്. ഇത്രയും ഐറ്റംസ് കണ്ടപ്പോൾ ദീപുൻ്റെ മുഖം അങ്ങോട്ട് വാടി. താലി വേണ്ട, ഫ്രൈഡ് റൈസ് മതി എന്ന് പറഞ്ഞാൽ ആൾക്ക് നല്ല വിഷമമുണ്ട് കേട്ടാ. പിന്നെ ഞാൻ പകുതി ഷെയർ ചെയ്യാന്ന് പറഞ്ഞപ്പോഴാണ് മുഖം ഒന്ന് വിടർന്നത്. അമ്മ പറഞ്ഞത് കൃതികയുടെ സൗത്ത് ഇന്ത്യൻ മീൽസ് ആണ്. സൗത്ത് ഇന്ത്യൻ മീൽസിൽ തോരനുണ്ട്, കൂട്ടുകറി ഉണ്ട്, കോളിഫ്ലവറിൻ്റെ കറിയുണ്ട്, പായസമുണ്ട്, തൈരുണ്ട്, കേസരി ഉണ്ട്, അച്ചാറുണ്ട്, കൊണ്ടാട്ടുണ്ട്, പിന്നെ പാലക്കാട് ബ്രാഹ്മിൺ സ്റ്റൈൽ സാമ്പാറും ഉണ്ട്. 65 ഒന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ ക്രിസ്പി ആയിട്ടോ. ഈ ഒരു ജീര റൈസ് അത് അതിഗംഭീരമായിട്ട് കേട്ടാ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. അടിപൊളിയുള്ളൂ. ഉടനെ തന്നെ അമ്മയ്ക്കും ദീപുവിനും കുറേശ്ശെ കൊടുത്തു. 2 പേർക്കും നല്ല ഇഷ്ടമായിട്ടാ. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് ജീര റൈസും ഗോബി 65ഉം കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. വീട്ടിലെല്ലാം കോമ്പോ. കുറച്ച് ജീര റൈസ് ടേസ്റ്റ് നോക്കിയതിന് ശേഷം അമ്മ പിന്നെ അമ്മയുടെ തനതായ ശൈലിയിൽ സൗത്ത് ഇന്ത്യൻ മീൽസ് അങ്ങോട്ട് ആസ്വദിച്ചു. പ്യുവർ വെജ് ആയതുകൊണ്ട് തന്നെ മുട്ടയൊന്നും ചേർക്കാണ്ട് നല്ല പൊറോട്ടയൊക്കെ ഇവിടെ കിട്ടും. ഒരു സാധാ പൊറോട്ടയും പിന്നെ ഒരു നൂൽ പൊറോട്ടയാണ് പറഞ്ഞത്. പൊറോട്ടയുടെ ഒപ്പം തന്നെ ദീപു പറഞ്ഞ ഫ്രൈഡ് റൈസ് കോംബോ എത്തിയിട്ടാ. എന്തായാലും പൊറോട്ട മാത്രമായിട്ട് കറികളൊന്നും കൂട്ടാണ്ട് ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു പീസ് ദീപുവിനും പിന്നെ ഒരു പീസ് ഞാനും അങ്ങനെ അങ്ങോട്ട് കഴിച്ചു. പൊറോട്ട നല്ല കിടിലൻ സോഫ്റ്റ് പൊറോട്ടയുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. പൊറോട്ട കഴിച്ച ശേഷം എന്തെങ്കിലും ഒന്ന് കുടിക്കേണ്ടതെന്ന് നോക്കിയപ്പോഴാണ് ഈ മാംഗോ ലസ്സിയുടെ കാര്യം ഓർമ്മ വന്നത്. ഒരു വിധത്തിലാണ് ദീപുവിനെ കൺവിൻസ് ചെയ്തത്. ഇത്രയും നല്ല ലസ്സി കിട്ടിക്കഴിഞ്ഞാൽ എനിക്കല്ല നമ്മുടെ സുരേഷ് കൃഷ്ണ പോലും തോറ്റുപോകും. ആവെന്ന് പറയുമ്പോഴേക്കും ലസ്സി മൊത്തം ദീപുവിൻ്റെ വായിലേക്ക് പോയി. അങ്ങനെ നമ്മൾ മെയിൻ കോഴ്സിലേക്ക് കടന്നിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യൻ താലിയിൽ ആദ്യം ബട്ടൂര ടേസ്റ്റ് ചെയ്ത് നോക്കി. സംഗതി നല്ല കിടിലനായിട്ടാ. പക്ഷെ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സംഭവം അടിപൊളിയുണ്ട്. പക്ഷെ എനിക്ക് ഇത്ര കഴിക്കാൻ പറ്റില്ല. ഞാൻ ആ ഫ്രൈഡ് റൈസ് കഴിച്ചോളാം. കുറച്ച് ഇതാകുമ്പോൾ എനിക്ക് ഓക്കെയാണ്. ദീപുവിനേക്കാൾ കൂടുതൽ പൊറോട്ടയൊക്കെ ഞാനാ കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ബട്ടൂരയും കൂടി കഴിച്ചാൽ പിന്നെ ഒന്നിന് സ്പേസ് ഉണ്ടാവില്ല. അടിപൊളി. ലീഗോയുടെ പീസൊക്കെ ഇങ്ങനെ പറക്കി തിന്നാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്രൈഡ് റൈസ് കോംബോ ആയാലും നോർത്ത് ഇന്ത്യൻ താലി ആയാലും എല്ലാം അടിപൊളിയുണ്ട്. നല്ല രസമാണ് ദീപ് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കണ കാണാനേ. അതിൻ്റെ ഇടയിൽ ആൾക്ക് ഇഷ്ടപ്പെട്ട സംഗതികൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യൂട്ടാ. താലിയിലെ ഓരോ കറികളും ഗംഭീരമായിട്ടുണ്ട് കേട്ടാ. നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ദാൽക്കറി കൂട്ടുമ്പോൾ ഒരു സൂത്തിങ് ആയിട്ടുള്ള ഫീലാണ്. അങ്ങനെ എല്ലാം ഷെയർ ചെയ്ത് കഴിക്കേണ്ട ഇടയിലാണ് ദീപു ഒരു സ്പെഷ്യൽ സാധനം കാണിച്ചത്. ഇതൊരു പുളിയുള്ള ചമ്മന്തി പോലത്തെ ഒരു ഐറ്റമാണ്. ഇതുവരെ തന്ന ചമ്മന്തിപ്പൊടി ഇല്ലാണ്ട് ഇനിയും ഒരുപാട് സൂത്രപ്പണികൾ ഇവരുടെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. ഈ സൂത്രപ്പണികൾ തന്നെയാണ് കൃതികേനെ മറ്റു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് വേറിട്ടതാക്കുന്നത്. അത് കഴിഞ്ഞ് ഫ്രൈഡ് റൈസ് കുറച്ച് അമ്മയ്ക്ക് ദീപുനും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. നമ്മുടെ സൗത്ത് ഇന്ത്യൻ മീൽസ് കുറച്ച് ബാക്കിയുണ്ട്. അപ്പം ഇത്തിരി സാമ്പാറൊക്കെ ഒഴിച്ച് അതങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു.
ക്രിസ്പി കൊണ്ടാട്ടം. അങ്ങനെ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ദീപു പറയണേ കുറച്ച് നൂൽ പൊറോട്ടയും പനീർ കറിയും കൂടി കഴിച്ചു നോക്കാൻ അടിപൊളിയാണ്. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഓ, നീ പറഞ്ഞ കറക്റ്റാട്ടോ. പനീർ കറിയും പൊറോട്ടയും വേറെ ലെവൽ കോമ്പോ ഉണ്ട്. അത് കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോൾ നമ്മുടെ നൂൽ പൊറോട്ടയുടെ നൂലിൽ ചില്ലി ഗോപിയുടെ ഒരു പീസ് അങ്ങോട്ട് കോർത്തെടുത്തു. അത് പിന്നെ ഉഗ്രനാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കുടിക്കാനായിട്ടേ ദീപുവിനൊരു റോസ് മിൽക്കും എനിക്കൊരു ഫിൽട്ടർ കോഫിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല കിട്ടിലൻ കോഫി ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഹെവി ആയിട്ടുള്ള ഫുഡ് അടിക്കാൻ കഴിഞ്ഞിട്ട് ആ കാപ്പി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല അസൽ കാപ്പി കൊണ്ട് കുറച്ച് അമ്മയ്ക്കും ദീപുവിനും 2 പേർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു കേട്ടോ. അതിനിടയിലാണ് അമ്മയുടെ സൗത്ത് ഇന്ത്യൻ മീൽസിൻ്റെ ഒപ്പം തൊടാത്ത രീതിയിൽ കേസരി ഗ്രാൻഡ്. സ്വീറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റമാണ് കേസരി. ഇവരുടെ ഒരു പ്രത്യേകിച്ച് അറിയാം, കഴിച്ചിങ്ങനെ ഇതിലേക്ക് വരുമ്പോൾ തലക്കടിക്കും ടേസ്റ്റ്. ചേട്ടൻ പറഞ്ഞേ ചേട്ടാ. അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചി ഒരു മസാല ചായയും കൂടി കൊണ്ടുവന്നു തന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന അതേ മസാല ചായയുടെ സ്വാദ്. ദീപു, നീ ഇതിനു മുമ്പ് മസാല ടീ കുടിച്ചിട്ടില്ലല്ലോ? നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ഋഷികേശിലൊക്കെ പോയാലേ നമ്മളിങ്ങനത്തെ കുടിക്കും. ഇഷ്ടമായില്ല? ദീപുവിന് ഇഷ്ടമായില്ല. തുടക്കത്തിൽ മസാല ചായ കുടിക്കുമ്പോൾ എൻ്റെ റിയാക്ഷൻ അത് തന്നെയായിരുന്നു. പക്ഷെ പിന്നെ പിന്നെ കുടിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഇത് ഇഷ്ടാവുക. പ്രത്യേകിച്ച് ജലദോഷമൊക്കെ ഉള്ള ടൈമിൽ അമ്മയ്ക്ക് ഇത് കഴിച്ചപ്പോൾ നല്ല ആശ്വാസം കിട്ടിയിട്ടാണ്. അതുകൊണ്ട് മസാല ചായ മൊത്തം അമ്മ അങ്ങോട്ട് കുടിച്ചു. ഇനിയിപ്പോൾ ഒരു ഗുലാബ് ജാമുനും കൂടിയാണ് ബാക്കിയുള്ളത്. അത് മാത്രമായിട്ട് ബാക്കി വെക്കണേ ഒട്ടും ശരിയല്ല. ഞാനും ദീപും വളരെ സന്തോഷമായിട്ട് അത് പങ്കുവെച്ചങ്ങോട്ട് കഴിച്ചു. നല്ല ഇഷ്ടമാട്ടോ. എല്ലാം കഴിഞ്ഞപ്പോൾ മൗത്ത് ഫ്രഷറായിട്ടേ മീട്ടാപ്പാൻ വരെ ഇവർ നമുക്ക് തന്നു. ഇത് പാൻ ഷോട്ട്സ് എന്ന് പറഞ്ഞിട്ട് മീട്ടാപ്പാൻ്റെ ഒരു മിഠായി പോലത്തെ ഒരു ഫോമാണ്. കൃതികയിൽ പോകുമ്പോൾ ഭക്ഷണശേഷം ഇത് നിർബന്ധമായിട്ടും കഴിക്കണമെന്ന് ഞാൻ പറയും. അത്രയും കിടില നൈറ്റാണ്. ഒരുപാട് റെസ്റ്റോറൻറ്റുകളിൽ പോയിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്യാറുണ്ടെങ്കിലും തിരിച്ച് ഇത്രയും സ്നേഹം കിട്ടുന്ന റെസ്റ്റോറൻറ്റുകൾ വളരെ കുറവാണ്. അതിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നതാണ് കൃതിക. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, തൃശ്ശൂർ വരുമ്പോൾ നിങ്ങൾ കൃതികയിൽ പോകണം. അവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റേറിയൻ ഡിഷസ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. അത്രയും ഗംഭീരമാണ്. തൃശ്ശൂർ ഇങ്ങനെ ഒരു ആകാശപാത വന്നിട്ടേ എനിക്കും ദീപുവിനും അമ്മയ്ക്കും ഇതുവരെ ഒന്ന് കയറാൻ പറ്റിയിട്ടില്ല. അപ്പം ഇന്നെന്തായാലും ഞങ്ങളൊന്ന് കയറി നോക്കിയിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൃതികേന്ന് വയറ് നിറയെ ഭക്ഷണമൊക്കെ കഴിച്ച് ആകാശപാതയിൽ കുറച്ച് നേരം സമയമൊക്കെ ചെലവഴിച്ച് വളരെ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.